ബ്രിക്സിൽ ഡോളറിനെ നമ്മൾ ഡീ ഡോളറൈസേഷൻ അല്ലെങ്കിൽ ലോകത്തിലെ ഗ്ലോബൽ റിസർവ് കറൻസി ഡോളറാണല്ലോ. അപ്പം നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് കേൾക്കുന്നത് ബ്രിക്സ് ഒരു കറൻസി ഉണ്ടാക്കും. അപ്പം ഡോളറിൻ്റെ പ്രാധാന്യം ഇപ്പോൾ ലോകത്ത് ഡോളറിന് ഉള്ള പ്രാധാന്യം കുറയുകയും ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ ഡോളറിൽ നിന്നും മാറി ബ്രിക്സ് കറൻസിയിലേക്ക് അവരുടെ വ്യാപാര വ്യവസായ എന്ന് പറഞ്ഞാൽ എക്കണോമിക് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഡോളർ ഇപ്പോൾ ലോകരാജ്യങ്ങൾ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത്, ബ്രിക്സ് കറൻസി വരുമ്പോൾ പ്രത്യേകിച്ച് ബ്രിക്സിലുള്ള രാജ്യങ്ങൾ ബ്രിക്സ് കറൻസി യൂസ് ചെയ്യുക, ഡോളറിനെ റീപ്ലേസ് ചെയ്യുന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ പലയിടത്തും കുറേ കാലമായിട്ട് കേൾക്കുന്നതാണ്. അപ്പോൾ ചൈനയെ സംബന്ധിച്ച് ചൈനയുടെ ഏറ്റവും വലിയ അംബീഷൻ, ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ കറൻസി ആയിട്ടുള്ള യുവാൻ ബ്രിക്സ് കറൻസി ആകണം എന്നാണ് ചൈനയുടെ അംബീഷൻ. പക്ഷേ നമുക്കറിയാം, ഇന്ത്യ ഡീ ഡോളറൈസേഷനോട് വലിയ താല്പര്യമുള്ള രാജ്യമൊന്നുമില്ല ഇന്ത്യ എന്ന് പറഞ്ഞാൽ. കാരണം ബ്രിക്സ് കറൻസി ഉണ്ടാവുകയും അത് ചൈനയുടെ യുവാൻ ബേസ്ഡ് ആണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അത് പണ്ട് മുതലേ ബ്രിക്സ് ഉണ്ടായ സമയം മുതൽ ബ്രിക്സ് കറൻസി ഉണ്ടാക്കാൻ തീരുമാനിച്ച കാലഘട്ടം മുതൽ ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ് പോളിസി അതാണ്. കാരണം ചൈനീസ് യുവാന് പ്രാധാന്യം കൊടുത്ത് ബ്രിക്സ് കറൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ ഏറ്റവും അടുത്തുള്ള കോമ്പറ്റീറ്ററാണ് ചൈന. അപ്പോൾ ചൈനയ്ക്ക് വലിയൊരു പ്രാധാന്യം കിട്ടുകയും ചൈനയുടെ അപ്രമാദിത്വം നമ്മൾ അനുവദിച്ചു കൊടുക്കുകയോ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ അതിനെ ആദ്യം മുതലേ ബ്രിക്സ് കറൻസിയിലെ യുവാൻ ബേസ്ഡ് ആയിട്ടുള്ള ബ്രിക്സ് കറൻസി, ആ ഒരു സിംഗിൾ കറൻസി ആയിട്ട് യുവാൻ ബേസ് ചൈനീസ് കറൻസിയെ ബേസ് ചെയ്തിട്ടുള്ള ബ്രിക്സ് കറൻസിയെ ഇന്ത്യ ആദ്യം മുതൽ എതിർക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യ പറയുന്നത് മൾട്ടിപ്പിൾ കറൻസീസ് ഉണ്ടാകണം എന്നാണ് പറയുന്നത്. റഷ്യയും ബ്രസീലും ഒക്കെ ചൈനയുമായിട്ടുള്ള ചൈനയുടെ യുവാനാണ് ഈ ഓയിൽ ട്രേഡിനും അതുപോലെ തന്നെ മറ്റ് കമ്മോഡിറ്റിയുടെ ട്രേഡിനും ഒക്കെ പേയ്മെന്റിന് ഉപയോഗിക്കുന്നതാണല്ലോ. റഷ്യ ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട്, വൻതോതിൽ ഉപയോഗിക്കുന്നുണ്ട്. കാരണം റഷ്യക്ക് വലിയ കുഴപ്പമൊന്നും, റഷ്യയുടെ ഭാഗത്തുനിന്ന് ചൈനീസ് യുവാൻ ബ്രിക്സ് കറൻസി ആകുന്നതിന് വലിയ റെസിസ്റ്റൻസ് ഒന്നുമില്ല, എതിർപ്പൊന്നുമില്ല. ബ്രസീലും റഷ്യയും വ്യാപകമായിട്ട് യുവാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ്. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയാണ് അതിനകത്തിൽ ചൈനയുടെ യുവാൻ ബ്രിക്സ് കറൻസി ആകുന്നതിൽ വലിയ താല്പര്യമില്ലാത്ത, പ്രത്യേകിച്ച് ഇന്ത്യ, രണ്ട് രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചൈനയുടെ ഈ ഒരു അംബീഷൻ അല്ലെങ്കിൽ ആഗ്രഹം സഫലമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിക്സ് നേഷൻസ്, പ്രത്യേകിച്ച് ഫൗണ്ടിങ് മെമ്പേഴ്സിൻ്റെ കൂട്ടത്തിൽ നിന്നും ആ ഒരു സമവായം ഉണ്ടായാൽ മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. ഈ പറഞ്ഞ രാജ്യങ്ങൾ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയൊക്കെ തന്നെ അത് പറയുന്ന ഒരു മൾട്ടി കറൻസി സിസ്റ്റം ഉണ്ടാകണം. ചൈനീസ് യുവാൻ എന്ന് പറഞ്ഞ ഒറ്റ സിംഗിൾ കറൻസിയെ ബേസ് ചെയ്ത് ഒരു ബ്രിക്സ് കറൻസി ഉണ്ടാക്കുക എന്നുള്ളത് ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് താല്പര്യമില്ല. അപ്പോൾ ഈ 5 രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം ആണ് ഇതുവരെ ശരിക്കും പറഞ്ഞാൽ ബ്രിക്സ് കറൻസിയിലേക്ക് ഇതുവരെ ബ്രിക്സിനെ കൊണ്ട് എത്തിക്കാത്തതെന്നാണ്. ചൈന ശരിക്കും പറഞ്ഞാൽ ഒഫീഷ്യലായിട്ട് ബ്രിക്സിലുള്ള രാജ്യങ്ങളോട് ചൈനീസ് യുവാൻ ഉപയോഗിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല റിസർവ് കറൻസിയായിട്ട്. പക്ഷേ റഷ്യയും ചൈനയും തമ്മിലുള്ള വൻതോതിലുള്ള ബന്ധങ്ങൾ, വ്യാപകമായിട്ടുള്ളവരുടെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഭയങ്കരമായ ഡീപ്പായിട്ടുള്ള റിലേഷൻസ് ഉള്ളത് കൊണ്ട്, കാരണം പ്രത്യേകിച്ച് സാങ്ഷൻ നിലനിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങൾക്കും ഡോളർ പരസ്പരം ഉപയോഗിക്കാനുള്ള സാധ്യതകൾ ഇല്ല. അതുകൊണ്ട് റഷ്യ വൻതോതിൽ യുവാൻ ഉപയോഗിക്കുന്നുണ്ട് ഓയിലിൻ്റെയും കമ്മോഡിറ്റിയുടെയും മറ്റ് സാധന സാമഗ്രികളൊക്കെ പേയ്മെൻറ്റ്സിന് വേണ്ടി. അതുപോലെ ബ്രസീലും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇന്ത്യയെ സംബന്ധിച്ച്, സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ചൈനയുടെ അജണ്ട എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആണ്. 2023 24 ബ്രിക്സിൻ്റെ ഉച്ചകോടി സമയത്ത് ബ്രിക്സിലുള്ള രാജ്യങ്ങളുടെ ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ് അല്ലെങ്കിൽ ചൈനീസ് ഗവൺമെൻറ് യുവാൻ ഉപയോഗിക്കാൻ വേണ്ടി ക്രോസ് ബോർഡർ പേയ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള രണ്ടാണ് ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തമ്മിലുള്ള ഏതൊക്കെ പേയ്മെൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ സെൻട്രൽ ബാങ്ക് റിസർവ് കറൻസി ആയിട്ടൊക്കെ തന്നെ യുവാൻ ഉപയോഗിക്കുവാൻ ഈ പറഞ്ഞ രണ്ട് ഉച്ചകോടി സമയത്ത് 23 24 ഉച്ചകോടി സമയത്ത് ഷീ ജിൻപിങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള ചൈന
മറ്റ് അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടാണ്. പക്ഷേ ഇന്ത്യ അത് സമ്മതിക്കത്തില്ല. ഇന്ത്യ അതിനോട് യോജിക്കുവാൻ ഉള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടല്ല ഇന്ത്യ പറയുന്നത് ഡോളറിനെ പെട്ടെന്ന് അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ ഇന്ത്യക്ക് താല്പര്യമില്ല. കാരണം ഇപ്പോഴും ഇന്ത്യ അമേരിക്കയായിട്ട് നല്ല തോതിൽ നമ്മൾ വ്യാപാരം നടത്തുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അമേരിക്ക പിണക്കിക്കൊണ്ട് നമുക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനൊരു അവസ്ഥയിൽ കണ്ടീഷനിൽ ഇന്ത്യ ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ഈവൻ ചൈന പോലും ഇത്രയും ലോകത്തിലെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായിട്ടും നല്ല വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ടും ചൈനയ്ക്ക് പോലും ഇതുവരെ ഡോളറിനെ റീപ്ലേസ് ചെയ്യുക, ഒരു ഇന്റർനാഷണൽ കറൻസി ഉണ്ടാക്കിയെടുക്കുവാനോ അല്ലെങ്കിൽ അമേരിക്കയുടെ ഡോമിനൻസിലുള്ള നിയന്ത്രണത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലെ, ഇപ്പോൾ ഉദാഹരണത്തിന് IMF, വേൾഡ് ബാങ്ക് അല്ലെങ്കിൽ അതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സിസ്റ്റംസിനൊക്കെ ഒരു എന്താണ് പറയുന്നത്, സിസ്റ്റമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ചൈനയ്ക്ക് പോലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്രിക്സ് രാജ്യങ്ങൾക്കൊന്നും സാധിച്ചിട്ടില്ല. ചൈനയ്ക്ക് ഇൻഡിവിജ്വലായിട്ടോ വ്യക്തിപരമായിട്ടോ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മകൾക്കൊന്നും ഇത് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഡോളറിനെ റീപ്ലേസ് ചെയ്യുക, എന്നിട്ട് അതിന് പകരം ലോകം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ബ്രിക്സ് കറൻസി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചൈന പറയുന്നത് US ഡോളറിൻ്റെ മുകളിലുള്ള നിങ്ങളുടെ US ഡോളറിനെ ആശ്രയിക്കുന്ന കുറയ്ക്കുക, നമ്മുടെ ലോക്കൽ കറൻസിയിൽ പ്രത്യേകിച്ച് യുവാനിൽ നമ്മൾ ട്രേഡ് ചെയ്യുക എന്നാണ് ചൈന പറയുന്നത്. ചൈനയുടെ ആഗ്രഹം ചൈനയുടെ കറൻസിയിൽ ട്രേഡ് ചെയ്യണം, എല്ലാവരും ചൈനയുടെ കറൻസി ഗ്ലോബൽ സോറി റിസർവ് കറൻസിയുടെ ഉപയോഗിക്കണം എന്നാണ് ചൈനയുടെ ആഗ്രഹം. റഷ്യയും ബ്രസീലും ഒക്കെ തന്നെ ചൈനയുടെ കറൻസി ഉപയോഗിച്ചാണ് പേയ്മെൻറ്റ്സ് സെറ്റിൽ ചെയ്യുന്നത്. അത് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സാങ്ഷൻസ് റഷ്യയുടെ മുകളിൽ ഉള്ളതുകൊണ്ട് റഷ്യക്ക് ഈ പറഞ്ഞ മറ്റു രീതിയിലുള്ള സാധ്യതകൾ ഇല്ല. അതുകൊണ്ട് റഷ്യ യുവാൻ വൻതോതിൽ ഉപയോഗിക്കുകയും പേയ്മെൻ്റ് എല്ലാം ചൈനയായിട്ടുള്ള ട്രേഡിലെ പേയ്മെൻ്റ് എല്ലാം സെറ്റിൽ ചെയ്യുന്നത് യുവാനിലാണ്. ഇന്ത്യ ഒരു സമയത്ത് യുവാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇന്ത്യ അത് നിർത്തുകയും ചെയ്തു. അപ്പോൾ ഈ റിസർവ് കറൻസി ആയിട്ട് അല്ലെങ്കിൽ പേയ്മെൻറ്റ് സെറ്റിൽമെൻറ്റിന് വേണ്ടി മാത്രമല്ല, ഈ ബ്രിക്സിൻ്റെ നേതൃത്വത്തിൽ അവർ തുടങ്ങിയ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് NDB എന്ന് പറയുന്ന ബാങ്കിൽ അവർ ലോൺ കൊടുക്കുന്നതെല്ലാം തന്നെ യുവാനിലാണ്. അത് പാകിസ്ഥാൻ, ശ്രീലങ്ക, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ, ആഫ്രിക്കയിലുള്ള മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ലോണുകളെല്ലാം യുവാൻ ചൈനീസ് കറൻസിയിലാണ്. അപ്പോൾ ചൈന ഒഫീഷ്യലായിട്ടല്ലെങ്കിൽ തന്നെ അൺഒഫീഷ്യലായിട്ട് ഈ ബ്രിക്സിൻ്റെ ആ കൂട്ടായ്മയ്ക്കുള്ളിൽ പ്രത്യേകിച്ച് യുവാൻ ഒരു ആൾട്ടർനേറ്റീവ് കറൻസിയായിട്ട് ചൈന ഒഫീഷ്യലായിട്ട് ചൈന ഇതിനെ ശരിക്കും വന്നിട്ടില്ല. പക്ഷേ അവരുടെ ആഗ്രഹമാണ് തീർച്ചയായിട്ടും ഡോളറിനെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ലോകത്തിലെ ഗ്ലോബൽ കറൻസി റിസർവ് കറൻസി യുവാൻ ആകണം എന്നുള്ളതാണ് ചൈനയുടെ ആഗ്രഹം. അപ്പോൾ അതിനൊരു ബ്രിക്സിൽ കൂടെ തുടക്കം ഇടുവാനുള്ള ശ്രമങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനാണ് ബ്രിക്സ് ഒരു പക്ഷേ ഫോം ചെയ്തതും അതിനകത്ത് ബ്രിക്സിൻ്റെ കറൻസി ഉണ്ടാകണമെന്ന് ചൈന പറയുകയും ആ ബ്രിക്സിൻ്റെ കറൻസി ഉണ്ടായത് യുവാൻ ബേസ്ഡ് ആണെന്നൊക്കെ ചൈന നിർബന്ധം പിടിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ചൈനയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ബ്രിക്സിനുള്ളിൽ തന്നെ അതിനകത്ത് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിഷേധം എതിർപ്പുകളുണ്ട് തീർച്ചയായിട്ടും. ചൈനയുടെ യുവാൻ കറൻസി ഉപയോഗിക്കുന്നതിൽ ബ്രിക്സിനകത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് അത് തീർച്ചയായിട്ടും നിലനിൽക്കുന്നത്. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും ഒക്കെ ചൈനീസ് യുവാൻ കറൻസി ബ്രിക്സ് കറൻസി ആകുന്നതിൽ വലിയ താല്പര്യമുള്ള രാജ്യങ്ങളല്ല. പിന്നീട് ബ്രസീലും ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളോട് ചേർന്നു. ബ്രസീൽ ആദ്യമൊക്കെ ഉപയോഗിക്കുമായിരുന്നു, ഇന്ത്യ ഒരു സമയത്ത് യുവാൻ ഉപയോഗിക്കുന്നു നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ പറയുന്നത് മൾട്ടി കറൻസി സിസ്റ്റമാണ് നമുക്ക് ആവശ്യം. ഒരു സിംഗിൾ കറൻസി നമ്മൾ ബ്രിക്സ് കറൻസിയായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മുടെ ട്രേഡും ട്രാൻസാക്ഷനും ഒക്കെ അതിനുള്ള പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യാനും ഒക്കെ തന്നെ മൾട്ടി കറൻസി ഉപയോഗിക്കാം. കാരണം ഇന്ത്യയും തീർച്ചയായിട്ടും നമ്മൾ ചൈനയുടെ അത്രയും സമ്പദ് വ്യവസ്ഥ നമ്മൾ വളർന്നിട്ടില്ലെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാമ്പത്തിക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചൈനയുടെ മാത്രം ഡോമിനൻസ്, കാരണം നമ്മളുടെ അമേരിക്കയുടെയും അതുപോലുള്ള രാജ്യങ്ങളുടെയൊക്കെ അപ്രമാദിത്യം ഈ ലോകത്ത് നമുക്ക് തീരെ ഇൻടോളറബിൾ ആയിട്ടാണെന്നല്ലോ നമ്മൾ ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കുകയും ഇല്ലേ, അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സാങ്ഷൻസിനെ നമുക്ക് പ്രതിരോധിക്കുവാനോ അല്ലെങ്കിൽ കളക്റ്റീവായിട്ട് അതിനെ നമുക്ക് ഡയലൂട്ട് ചെയ്യാനൊക്കെ സാധിക്കുന്ന രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കിയെടുത്താൽ അപ്പോൾ അവിടെ വീണ്ടും ഒരു രാജ്യത്തിൻ്റെ ഡോമിനൻസ് ഉണ്ടാകുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഇതിനകത്ത് നിന്നൊക്കെ നമുക്ക് ചില കോൺട്രാഡിക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത് ഇന്ത്യ പോലുള്ള രാജ്യത്തിന് അത് സമ്മതിക്കാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
അപ്പോൾ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും പിന്നീട് ബ്രസീലും ഈ ചൈനയുടെ യുവാൻ കറൻസിയെ എതിർക്കുകയും അല്ലെങ്കിൽ അതിനോട് വലിയ താല്പര്യം പ്രകടിപ്പിക്കാതിരിക്കുകയും ഈ രാജ്യങ്ങളൊക്കെ പറയുന്നത് ഒരു ബാസ്ക്കറ്റ് ഓഫ് ലോക്കൽ കറൻസീസ് എന്നുവെച്ചാൽ ഈ രാജ്യങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ എല്ലാം കറൻസി എന്നുവെച്ചാൽ US ഡോളറിനെ വെല്ലുവിളിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ US ഡോളർ നമുക്ക് ഒഴിവാക്കി ഈ പറഞ്ഞ അതേ ബ്രിക്സിനകത്തിൽ ഉള്ള വളരെ ചുരുക്കം രാജ്യങ്ങളെ ഉള്ള ഈ രാജ്യങ്ങൾക്കിടയിൽ മാത്രമേ തൽക്കാലം ഇത് പ്രാവർത്തികമാക്കാൻ പറ്റത്തുള്ളൂ. അത് സിംഗിൾ ബ്രിക്സ് കറൻസിയാലും ശരി, ഈ പറഞ്ഞ ഒന്നിൽ കൂടുതൽ കറൻസികൾ ഉപയോഗിച്ചാലും ശരി, ബ്രിക്സ് രാജ്യങ്ങൾക്കുള്ളിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. പിന്നീട് ഇതിൻ്റെ ക്രെഡിബിലിറ്റി മനസ്സിലാക്കി ഈ പറഞ്ഞ സിസ്റ്റം വളരെ മറ്റ് പാശ്ചാത്യ വെസ്റ്റേൺ സിസ്റ്റത്തിനേക്കാളൊക്കെ രാജ്യങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നൊക്കെ മനസ്സിലാക്കി ഓരോ രാജ്യങ്ങൾ ബ്രിക്സിലേക്ക് ജോയിൻ ചെയ്യുകയും പിന്നീട് അത് ഈ പറഞ്ഞ കറൻസി കൂടുതൽ രാജ്യങ്ങൾ ഉപയോഗിക്കാൻ ഒക്കെ തുടങ്ങുന്നൊരു കാലഘട്ടം നമുക്ക് പിന്നീട് ഭാവിയിൽ മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ കറൻസി യുവാൻ ബ്രിക്സിൻ്റെ കറൻസി ആകുന്നതിൽ പല രാജ്യങ്ങൾക്കും പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് വളരെയധികം എതിർപ്പുണ്ട്. റഷ്യക്ക് മറ്റു മാർഗമൊന്നുമില്ല തൽക്കാലം. കാരണം റഷ്യക്ക് ഒരുപക്ഷെ ഇന്ത്യയെ ആശ്രയിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ ചൈനയെ ആശ്രയിച്ചാണ് എല്ലാ കാര്യത്തിലും അവർ നിലനിൽക്കുന്നത്. കാരണം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ട്രേഡിനേക്കാൾ കൂടുതൽ ചൈനയും റഷ്യയും തമ്മിലുണ്ട് എന്നുള്ളൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും റഷ്യയുടെ ഡിപ്പെൻഡൻസ് ചൈനയുടെ മുകളിൽ ഒത്തിരിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും റഷ്യക്ക് യുവാൻ വളരെ വ്യാപകമായിട്ടും അല്ലെങ്കിൽ വൻതോതിൽ അവർ ഉപയോഗിക്കുന്നുണ്ട് ട്രേഡ് പേയ്മെൻറ്റുകൾ സെറ്റിൽ ചെയ്യാനൊക്കെ തന്നെ. ചൈനയിൽ നിന്ന് അവർ യുവാനാണ് സ്വീകരിക്കുന്നത്. ഓയിലിനോ അല്ലെങ്കിൽ മറ്റ് റിസോഴ്സുകളൊക്കെ ചൈന റഷ്യയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിനെ തിരിച്ച് ചൈനയിൽ നിന്ന് അവർ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ട്രേഡ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യുന്നത് ഈ പറഞ്ഞ യുവാൻ ഉപയോഗിച്ചാണ്. പക്ഷേ മറ്റു രാജ്യങ്ങൾ ഒന്നും തന്നെ യുവാൻ ഉപയോഗിക്കാൻ വലിയ താല്പര്യമില്ല. ആദ്യം ബ്രസീലും റഷ്യയൊക്കെ തന്നെ യുവാനാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്ത്യ സൗത്ത് ആഫ്രിക്കയും യുവാൻ ഉപയോഗിക്കുന്നത് ബ്രിക്സിൻ്റെ കറൻസി ആവുന്നതിൽ അല്ലെങ്കിൽ ഒരു റിസർവ് കറൻസി ആകുന്നതിന് വലിയ താല്പര്യമില്ല. പിന്നെ ബ്രസീൽ അവരോട് ജോയിൻ ചെയ്തു, ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളോട് ജോയിൻ ചെയ്തു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ചൈനയുടെ ചൈന വൻ- ചൈന വളരെ അഗ്രസീവായിട്ട് അത് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ചൈനയുടെ കറൻസി. എല്ലാ ബ്രിക്സ് ഉച്ചകോടി സമയത്തും ചൈനയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ പങ്കെടുക്കുന്ന ഗവൺമെൻറ് അവരുടെ അതോറിറ്റി ആണെന്ന് വെച്ചാൽ അവർ ചൈനയുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അവരുടെ യുവാനെ പുഷ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വളരെയധികം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത അല്ലെങ്കിൽ കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. അത് ചൈനയുടെ ആവശ്യമാണ്. കാരണം ചൈന ഇപ്പോൾ ലോകത്തിലെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയാണ്. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരുപക്ഷെ അവർ അമേരിക്കയെ മറികടന്ന് ഒന്നാമത്തെ സാമ്പത്തിക ശക്തി ആയി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അവർക്ക് ഡോളർ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഡോളർ എന്ന് പറയുന്ന കറൻസിയുടെ ഡോമിനൻസ് ചൈനയെ സംബന്ധിച്ച് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന വരില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഗ്രാജുവലായിട്ട് ഇപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഇപ്പോഴേ ഈ ബ്രിക്സിൽ കൂടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ മെമ്പേഴ്സ് ഉള്ളെങ്കിൽ തന്നെയും ഇപ്പോൾ ബ്രിക്സിൽ കൂടെ അവരുടെ കറൻസിയെ പ്രൊമോട്ട് ചെയ്യാനും അതിനെ ഒരു എന്താണ് പറയുന്നത് ഒരു റിസർവ് കറൻസി ആയിട്ട് ബാക്കിയുള്ള രാജ്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്നൊക്കെയുള്ള ആഗ്രഹത്തിലാണ് ചൈന ഇപ്പോൾ അതിനെ കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതും ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ അതിന് എന്താ ആ ഒരു താല്പര്യത്തിനെതിരായതുകൊണ്ട് ബ്രിക്സ് കറൻസി എന്നുള്ളൊരു സ്വപ്നം അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യം ഇതുവരെ ആയിട്ടില്ല. കാരണം ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ തന്നെ ആ ഒരു സമവായ ഇതുവരെ ബ്രിക്സ് കറൻസി പ്രത്യേകിച്ച് യുവാൻ, കാരണം ചൈന ഈ പറഞ്ഞ മൾട്ടിപ്പിൾ കറൻസി ഉണ്ടാകുന്നതിൽ ചൈനയ്ക്ക് വലിയ താല്പര്യമില്ല. ചൈന പറയുന്നത് യുവാൻ ബേസ്ഡ് കറൻസിയാണ് ബ്രിക്സ് കറൻസി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ രാജ്യങ്ങൾ രണ്ട് തട്ടിലായിട്ട് നിൽക്കുന്നുണ്ട്. ബ്രിക്സ് കറൻസി എന്നുള്ളത് ഇതുവരെ ആ സ്വപ്നം ഇതുവരെ സാക്ഷാത്കരിക്കുവാൻ അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിലേക്ക് ഇതുവരെ എത്തിച്ചേരാൻ ബ്രിക്സ് രാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിഷയം ഇതാണ്. നമുക്ക് മറ്റ് വീഡിയോകളിൽ നമുക്കിനിയും ഇതിൻ്റെ പുതിയ ഡെവലപ്മെൻറ്റ്സ് വരുന്നതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്കോട് അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റ് ടോപ്പിക്കുമായിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.